ധാന്യങ്ങളിലും ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മുരിങ്ങയില തുടങ്ങിയവയിലും തയ്യാറാക്കിയ അത്തം, അമൃതം പൊടിയിൽ തയ്യാറാക്കിയ ഹൽവ, ലഡു, പുട്ട്, ഇടിയപ്പം, പായസം, ഐസ്ക്രീം, പപ്പായ, മത്തങ്ങ എന്നിവയിൽ തയ്യാറാക്കിയ ജ്യൂസുകൾ, റാഗിയും ചോളം ഉൾപ്പെടെയുള്ള ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പഴങ്കഞ്ഞി, വീട്ടുമുറ്റത്തെ മുരിങ്ങയില, ചേമ്പില, പ്ലാവില എന്നിവ കൊണ്ടുണ്ടാക്കിയ വ്യത്യസ്ത വിഭവങ്ങൾ, ഭക്ഷ്യസുരക്ഷാ രീതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം, പ്രാദേശിക കളി ഉപകരണങ്ങൾ, പേപ്പറുകൾ, പഴയ തുണികൾ എന്നിവയിൽ തയ്യാറാക്കിയ പൂക്കൾ എന്നുവേണ്ട എല്ലാം കൊണ്ടും വ്യത്യസ്തവും വേറിട്ടതുമായിരുന്നു അലേമൺ പഞ്ചായത്തിലെ 23 അംഗൻവാടികളിൽ നിന്നുള്ളവർ തയ്യാറാക്കിയ പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണവും. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി കാണാൻ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വനിതാ ശിശു വികസന വകുപ്പ് അധികൃതർ ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് എത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും അധികം പങ്കുവഹിക്കുന്ന നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ അംഗൻവാടികളിൽ നമ്മുടെ കുട്ടികൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ദൗത്യം തന്നെയാണ് നമ്മൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. 23 അംഗൻവാടികളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷ്യ പ്രദർശന മേളയാണ് അലേമൺ ഗ്രാമപഞ്ചായത്തിൽ നടന്നു വരുന്നത്. വളരെ വിപുലമായ രീതിയിലാണ് അലേമൺ ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. എല്ലാ അംഗൻവാടി ടീച്ചർമാരുടെയും നല്ല ഒരു പ്രവർത്തന മികവ്, പല കാര്യങ്ങളും അവരവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. പഴയ വസ്തുക്കൾ, അതുപോലെ ഭക്ഷ്യവിഭവങ്ങൾ, അതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ അംഗൻവാടികളിൽ ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവിഭവങ്ങൾ ഒക്കെ തന്നെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. വിവിധ ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെ അവർ നേരിട്ടുണ്ടാക്കിയും പിന്നെ രക്ഷിതാക്കളുടെ സഹായം കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അവരും ഈ പ്രദർശനത്തിൽ പങ്കാളികളാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ഈ പരിപാടി വൈസ് പ്രസിഡന്റ് ജി പ്രമോദ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം മുരളി, പി ഗീതാകുമാരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജേക്കബ് മാത്യു, ബിനു സി ചാക്കോ, അസീന മനാഫ്, അമ്പിളി, ശോഭന,
സെക്രട്ടറി ബിജുകുമാർ, ശിശുവികസന പദ്ധതി ഓഫീസർ BG തിത്തി, സൂപ്പർവൈസർ ഗൗരിപ്രിയ, അംഗൻവാടി വർക്കർ ഷീല എന്നിവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത അഞ്ചൽ.